കൂത്താട്ടുകുളം സംഘർഷത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് റിപ്പോർട്ട്. എറണാകുളം റൂറൽ അഡീഷണൽ SP M കൃഷ്ണൻ ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകി. വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച് നടപടിക്ക് ശുപാർശ ചെയ്ത് DIGക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. അർജുൻ മട്ടന്നൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, ഈ കൂത്താട്ടുകുളത്തിൽ തട്ടിക്കൊണ്ടുപോകലും തുടർന്നുള്ള നാടകങ്ങളുമൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നാണോ ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത്? അരുൺകുമാർ, ഈ സംഭവത്തിൽ പോലീസിന് കൃത്യമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതായത് അന്ന് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സംഘം അവിടെ ഉണ്ടായിരുന്നു. ഈ പോലീസിന്റെ മുമ്പിൽ വെച്ചാണ് കലാരാജുവിനെ CPM നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നത്. അതിനുശേഷം അവിശ്വാസ പ്രമേയം നടത്താൻ കഴിയാത്ത സാഹചര്യവും സംഘർഷവും ഉണ്ടാവുകയായിരുന്നു. ഏതാണ്ട് വൈകിട്ട് 4 മണിക്ക് CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും CPM നേതാക്കൾ തന്നെ കലാരാജുവിനെ പുറത്തേക്ക് എത്തിച്ചപ്പോൾ മാത്രമാണ് കലാരാജുവിനെ കണ്ടെത്താനായത്. ഇതിനിടയിൽ കലാരാജുവിന്റെ മക്കളടക്കം പരാതി നൽകുകയും ചെയ്തിരുന്നു. അപ്പോഴൊക്കെ തന്നെ പോലീസ് കൃത്യമായി ഇടപെട്ടിട്ടില്ല. മാത്രവുമല്ല, രാവിലെ കലാരാജു നഗരസഭാ കെട്ടിടത്തിന് മുമ്പിലേക്ക് എത്തിയപ്പോൾ അവിടെ വെച്ച് CPM പ്രവർത്തകർ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴും അത് തടയാൻ പോലീസ് ശ്രമിച്ചില്ല തുടങ്ങിയ ആരോപണങ്ങൾ നേരത്തെ തന്നെ UDF ഉന്നയിച്ചിരുന്നു. ഇത് ശരിവെക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ ആരോപണങ്ങൾ ഉയർന്നതോടുകൂടി മൂവാറ്റുപുഴ DYSPയെ അന്വേഷണ ഉദ്യോഗസ്ഥ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും അതിനുശേഷം ആലുവ DYSPയെ അന്വേഷണം ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിശദമായ റിപ്പോർട്ട് എറണാകുളം റൂറൽ പോലീസ് DYSP നൽകിയിരിക്കുന്നത്. ഇതിൽ ഇത്തരത്തിൽ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ SP DIGക്ക് കൈമാറിയിരിക്കുകയാണ് ഈ റിപ്പോർട്ട്. ഓക്കെ, താങ്ക് യു. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. കൂത്താട്ടുകുളം വിഷയത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് റിപ്പോർട്ട് DIGക്ക് കൈമാറിയിരിക്കുന്നു.